ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ മിഷൻ PSC. ഞാൻ ശ്രീജ സി സുന്ദർ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ്. ഇത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള 5ാമത്തെ ക്ലാസ് ആണ് കേട്ടോ. ആദ്യത്തെ 4 ക്ലാസ് കാണാത്തവർ തീർച്ചയായിട്ടും ആ ക്ലാസ്സുകൾ കാണുക, പഠിക്കുക കേട്ടോ. എല്ലാവരും അപ്പോൾ നന്നായി പഠിക്കുക, ആത്മാർത്ഥമായി തന്നെ പഠിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഭരണഘടനാ നിർമ്മാണ സഭയിലെ കമ്മിറ്റികൾ. നമുക്കറിയാം 22 കമ്മിറ്റികളാണ് എന്തിലുള്ളത്? ഭരണഘടനാ നിർമ്മാണ സഭയിലുള്ളത് അല്ലെ. എത്രയാണ്? 22 കമ്മിറ്റികളാണ് ഉള്ളത്. അതുപോലെ തന്നെ ഓരോ കമ്മിറ്റികൾക്കും എന്തുണ്ട്? അധ്യക്ഷന്മാരുണ്ട് അല്ലെ. ആ ചെയർമാൻമാരുടെ പേരും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. അത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 22 കമ്മിറ്റികളിലെ ചെയർമാൻമാര്, അതായത് അധ്യക്ഷന്മാര് ആരൊക്കെയാണെന്ന് നോക്കാം. യൂണിയൻ പവർ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? യൂണിയൻ പവർ കമ്മിറ്റിയുടെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇനി യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? അതും ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ യൂണിയൻ പവർ കമ്മിറ്റിയുടെ ചെയർമാനും യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാനും ആര് തന്നെയായിരുന്നു? ജവഹർലാൽ നെഹ്റു ആണ്. ഇനി പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേലാണ്. ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. ഇനി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ? ഡോക്ടർ BR അംബേദ്കർ ആണ്. ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇനി മൗലികാവകാശ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? മൗലികാവകാശ കമ്മിറ്റിയുടെ ചെയർമാൻ അതും ആര് തന്നെയാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പോൾ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാനും മൗലികാവകാശ കമ്മിറ്റിയുടെ ചെയർമാനും ആര് തന്നെയാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇനി മൗലികാവകാശ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? മാറിപ്പോവരുത്. മൗലികാവകാശ കമ്മിറ്റി ആണെങ്കിൽ സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇനി മൗലികാവകാശ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? JB കൃപാലാനിയാണ്. ആരാണ്? JB കൃപാലാനിയാണ്. അപ്പോൾ യൂണിയൻ പവർ കമ്മിറ്റിയുടെയും യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെയും ചെയർമാൻ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഞാൻ പറയുന്നതിന്റെ ഒപ്പം തന്നെ പഠിച്ചു പോവുക കേട്ടോ. ജവഹർലാൽ നെഹ്റു ആണ് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാനും അതുപോലെ തന്നെ മൗലികാവകാശ കമ്മിറ്റിയുടെ ചെയർമാനും സർദാർ വല്ലഭായ് പട്ടേലാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ BR അംബേദ്കർ ആണ്. മൗലികാവകാശ സബ് കമ്മിറ്റി അല്ലെ, സബ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ആരാണ്? JB കൃപാലാനിയാണ്. മൗലികാവകാശ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? JB കൃപാലാനിയാണ്. അടുത്തത് ന്യൂനപക്ഷ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ന്യൂനപക്ഷ കമ്മിറ്റിയുടെ സർദാർ വല്ലഭായ് പട്ടേലാണ് കേട്ടോ. ന്യൂനപക്ഷ കമ്മിറ്റിയുടെ ചെയർമാനും ആര് തന്നെയാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പോൾ ന്യൂനപക്ഷ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? HC മുഖർജിയാണ്. ആരാണ്? HC മുഖർജിയാണ്. അടുത്തത് ട്രൈബൽ കമ്മിറ്റിയാണ്. ട്രൈബൽ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? അതും സർദാർ വല്ലഭായ് പട്ടേലാണ്. ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പോൾ ന്യൂനപക്ഷ കമ്മിറ്റിയുടെയും ട്രൈബൽ കമ്മിറ്റിയുടെയും ചെയർമാൻ ആര് തന്നെയാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. നെക്സ്റ്റ് ഏതാണ്? നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ട്രൈബൽ ഏരിയ ആൻഡ് ആസാം എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയസ് സബ് കമ്മിറ്റി. അതിന്റെ ചെയർമാൻ ആരാണ്? ഗോപിനാഥ് ബർദോളിയാണ്. ഗോപിനാഥ് ബർദോളിയാണ്. അതുപോലെ തന്നെ എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? AV താക്കർ ആണ്. AV താക്കർ ആണ്. ഇനി റൂൾസ് ആൻഡ് പ്രൊസീജിയർ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് അല്ലെ. ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചെയർമാനും ആര് തന്നെയാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചെയർമാനും ആര് തന്നെയാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇനി ഭരണഘടനാ നിർമ്മാണ പ്രവർത്തന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? GV മാവുലങ്കർ ആണ്. ഭരണഘടനാ നിർമ്മാണ പ്രവർത്തന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? GV മാവുലങ്കർ ആണ്. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? KM മുൻഷിയാണ്. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? KM മുൻഷിയാണ്. അപ്പോൾ റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയുടെ ചെയർമാനും സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചെയർമാനും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഭരണഘടനാ നിർമ്മാണ പ്രവർത്തന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? GV മാവുലങ്കർ ആണ്. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? KM മുൻഷിയാണ്. ഇനി ഹൗസ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? പട്ടാഭി സീതാരാമയ്യ ആണ് അല്ലെ. ആരാണ്? പട്ടാഭി സീതാരാമയ്യ ആണ്.
ആഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗിന്റെ ചെയർമാൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ആഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗിന്റെ ചെയർമാൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഭരണഘടന കരട് പരിശോധനയ്ക്കുള്ള പ്രത്യേക കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? അല്ലാടി കൃഷ്ണസ്വാമി അയ്യരാണ്. അദ്ദേഹം തന്നെയാണ് ക്രെഡൻഷ്യൽ കമ്മിറ്റിയുടെ ചെയർമാൻ. അപ്പോൾ അല്ലാടി കൃഷ്ണസ്വാമി അയ്യരാണ് ഭരണഘടന കരട് പരിശോധനയ്ക്കുള്ള പ്രത്യേക കമ്മിറ്റിയുടെ ചെയർമാനും അതുപോലെ ക്രെഡൻഷ്യൽ കമ്മിറ്റിയുടെ ചെയർമാനും ആര് തന്നെയാണ്? അല്ലാടി കൃഷ്ണസ്വാമി അയ്യരാണ്. ഇനി ഫിനാൻസ് സ്റ്റാഫ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് അല്ലെ. ഫിനാൻസ് സ്റ്റാഫ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അതുപോലെ തന്നെ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻഷ്യൽ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? പട്ടാഭി സീതാരാമയ്യയാണ്. അപ്പോൾ ഹൗസ് കമ്മിറ്റിയുടെ ചെയർമാൻ പട്ടാഭി സീതാരാമയ്യയാണ്. ആഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗിന്റെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഭരണഘടന കരട് പരിശോധനയ്ക്കുള്ള പ്രത്യേക കമ്മിറ്റിയുടെയും ക്രെഡൻഷ്യൽ കമ്മിറ്റിയുടെയും ചെയർമാൻ അല്ലാടി കൃഷ്ണസ്വാമി അയ്യരാണ്. ഫിനാൻസ് സ്റ്റാഫ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻഷ്യൽ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? പട്ടാഭി സീതാരാമയ്യാണ്. അപ്പോൾ ഈ 22 കമ്മിറ്റികളുടെയും ചെയർമാൻമാരുടെ പേര് കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് 1 മാർക്ക് നേടാൻ പറ്റുന്ന ഒരു ഭാഗം തന്നെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ കമ്മിറ്റികളുടെ ചെയർമാൻമാരുടെ പേരെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക, ആത്മാർത്ഥമായി തന്നെ പഠിക്കുക കേട്ടോ. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.